ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേന് എന്താ വീഡിയോ എടുക്കുന്നതെന്നൊന്നും ഇങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ കുറേ നേരം നിന്നു. അപ്പോഴത്തേനാട്ടോ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ എന്തെങ്കിലും ഒരു അറിവ് ആയിക്കോട്ടെ എന്നോർത്തോണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിട്ട് അതുകൊണ്ട് കപ്പയുടെ തണ്ടേക്കൂടെയൊക്കെ വെള്ളം ഇരിക്കുന്നുണ്ടോ. ഈ കപ്പയുടെ തണ്ട് കണ്ടപ്പോഴത്തേനോട്ടോ പണ്ട് ഇങ്ങനെ ഈ കപ്പയുടെ തണ്ട് കൊണ്ടില്ലേ മാല ഉണ്ടാക്കുമായിരുന്നു. ഈ കപ്പയുടെ തണ്ടെടുക്കും, എന്നിട്ട് അത് ഒടിച്ചൊടിച്ച് എന്നിട്ട് ഈ നടുക്കത്തെ ഇല മാത്രം വെക്കും. പണ്ട് കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കാറില്ലായിരുന്നു ഇങ്ങനെ മാല. കണ്ടോ ഈ കപ്പയുടെ തണ്ട് ഇങ്ങനെ കിടപ്പത്തേനാട്ടോ ഞാൻ ഓർത്തത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഈ പറമ്പിലാണ് എനിക്ക് പണിയുള്ളത് കേട്ടോ. ഇതിനകത്ത് വാഴയുണ്ട്, കപ്പയുണ്ട്, കവുങ്ങുണ്ട്, ജാതിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് കാട് പറിക്കലും അതും ഇതുമൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണും. ഞാനിപ്പോൾ ഈ പറമ്പിലാട്ടോ പണിയുന്നത്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് എടുത്തതാട്ടോ. അതാട്ടോ വീട്, ഇതാണ് വീട്. ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ കിടക്കുന്ന പറമ്പിലാട്ടോ എനിക്ക് പണി ഇപ്പം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പണിയുണ്ടായിരുന്നു. അതായത് ഈ കപ്പയെല്ലാം ഇവിടെ ഇങ്ങനെ നിന്ന് അതിനകത്ത് ഭയങ്കര മുള്ളൻ്റെ ശല്യമായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ് ചാക്ക് ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് വെച്ച് വെക്കാവോ എന്ന് ചോദിച്ചു കപ്പയുടെ ചോട്ടിൽ. അപ്പം ഈ ഒരു ചാക്ക് എടുത്തിട്ട് നമ്മളതിൻ്റെ 2 ഭാഗവും നല്ല പോലെ കണ്ടിച്ച് ഫുള്ളേ കണ്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ഭാഗവും കൂടെ നമ്മൾ കുറച്ച് കണ്ടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കപ്പയുടെ ചുവട്ടിൽ ഇങ്ങനെ വെക്കും കേട്ടോ. ഇങ്ങനെ വിരിച്ചിടും. എന്നിട്ട് നല്ല മുഴുത്ത കല്ല് ഇഷ്ടംപോലെ വേണം. ഉണ്ടോ കല്ലില്ലേ, ഇങ്ങനെ കല്ല് 4 ഭാഗത്തും വെക്കണം. പിന്നെ നടുക്കത്തെ നമ്മൾ കീറിയ ഭാഗമാണ് ആ കപ്പയുടെ ഇതുണ്ട്, കാണാമെന്നറിയത്തില്ല. ഇതുണ്ടോ കപ്പയുടെ അവിടെ നിന്ന് ഇങ്ങനെ കീറിയ ഭാഗം നമ്മളിങ്ങനെ വെച്ചിട്ട് 4-5 കല്ലിങ്ങനെ വെക്കും. അങ്ങനെ ഇവിടെ എല്ലാം വെച്ചോട്ടോ. 2 ദിവസത്തെ പണിയെന്ന് പറയാം. ഇതുണ്ടോ ഇത് വെക്കണമെങ്കിൽ ഈ ചാക്ക് മൊത്തം കീറിയിട്ട് ഇത് ഇങ്ങനെ കല്ല് പിറക്കണം. ഞാനാട്ടോ ഇവിടെ മൊത്തം വെച്ചേക്കുന്നത് ഈ പറമ്പിലെല്ലാം, കാണാമോ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞ് മുള്ളൻ എന്നാണെങ്കിലും വന്നിട്ടുമില്ല, കപ്പ കളഞ്ഞിട്ടുമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ മുള്ളൻ നോക്കുമ്പോഴത്തേനും ഒരു വെള്ള കാണാമല്ലോ ഇവിടെ എല്ലാം. അതൊരു മുമ്പ് 3-4 മൂട് കപ്പ ഇങ്ങനെ കുത്തി പറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് മുള്ളൻ്റെ ശല്യം ഇങ്ങനെയില്ല. നോക്കുമ്പോഴത്തേന് അവിടെ ഇവിടെ എല്ലാം വെള്ളയുണ്ടല്ലോ, കണ്ടോ. അതെൻ്റെ പൂച്ച കേട്ടോ ആയിരിക്കുന്നത്. ഇങ്ങനൊന്ന് നിങ്ങൾ വെച്ച് നോക്കുക. അന്നേരപ്പം ഇതിൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് രക്ഷപ്പെടാം. മുള്ളനല്ലേ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. മിക്കപ്പോഴും ഈ പറമ്പിലാണ് പണി. ഇതെല്ലാം ഞാൻ വെച്ചത് എനിക്ക് 2 ദിവസത്തെ പണിയായിരുന്നു കേട്ടോ. ഇതിനകത്ത് കണ്ടോ ഈ കപ്പയുടെ ചോട്ടിൽ കൂടെ എല്ലാം ഈ ചാക്ക് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടും ഉണ്ട് കപ്പ, ഇവിടെ ഉണ്ട്, പിന്നെ മുകളിലും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ വീടിൻ്റെ വാതിക്കലല്ലേ, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ കിട്ടുന്ന പണിയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഈ പറമ്പിൽ എനിക്ക് പണി. അപ്പം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും കേട്ടോ. ചാക്കുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പം ടാറ്റ, ഓക്കെ, ബൈ, സീ യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. ഓക്കേ.